തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി. നെടുമങ്ങാട് CJM കോടതിയുടേതാണ് വിധി. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. അഭിഭാഷകനായ ആന്റണി രാജു കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം മാറ്റി നൽകിയതിനെ തുടർന്ന് പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് കേസ്. കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു. ഒന്നാം പ്രതിയായ കോടതി ജീവനക്കാരൻ കേസ് ജോസ് കുറ്റക്കാരനെന്നും കോടതി കണ്ടെത്തി. അല്ല, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് 409 വകുപ്പ് ഉള്ളതുകൊണ്ട് പരമാവധി ശിക്ഷയായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് അത് ഇന്ന് സെന്റൻസ് പറയാതെ മുകളിലോട്ട് മേൽക്കോടതിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ കഴിഞ്ഞ 1990 നടന്ന ഒരു സംഭവത്തിന് മേളിൽ ഒരു കോടതിയുടെ ജീവനക്കാരനും അന്നത്തെ പ്രതിയുടെ ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രി സെൽവഡോർ സെൽവയിലിയുടെ രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി NDPS കേസിലേക്ക് രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പ്രതിയും അന്നത്തെ തൊണ്ടി ക്ലർക്കായ ജോസും കൂടെ ചേർന്നിട്ട് പ്രതിയുടെ അടിവസ്ത്രം രണ്ടാം പ്രതി കൈക്കലാക്കുകയും. ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ആന്റണി രാജുവിനെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റവും സംശയാതീതമായി തെളിഞ്ഞുവെന്നാണോ കോടതി നിരീക്ഷിക്കുന്നത്? ഇനി വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ? എല്ലാ വകുപ്പുകളും തെളിഞ്ഞിട്ടില്ല. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവ് ഉണ്ടാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന, ക്രിമിനൽ വിശ്വാസവഞ്ചന, അതാണ് 409 IPC. ഇത്തരം വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. 1-2 വകുപ്പുകൾ പ്രകാരം അദ്ദേഹം അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. എന്തായാലും കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ശിക്ഷാവിധി സംബന്ധിച്ചാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ തൊട്ടടുത്ത നടപടി എന്ന് പറയുന്നത് അതിന്റെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ IPC 409 ക്രിമിനൽ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അത് ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിക്ക് വിധി പറയാൻ പറ്റുന്ന വകുപ്പല്ല. 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. 10 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള കോടതിക്കാണ് വിധി പറയാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ കേസിന്റെ വിധി പറയുന്നത് CJM കോടതിയിലേക്ക് മാറ്റണമെന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ഈ ഉപഹർജി കോടതി പരിഗണിച്ചിരുന്നു. അതിനുശേഷം അത് ഓർഡർ പറയുന്നതിന് വേണ്ടിയിട്ട് 2:45 മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ കോടതിക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാം എല്ലാ വകുപ്പുകൾ കൂടി വിധി പറയേണ്ടത് CJM കോടതിയാകട്ടെ എന്ന് തീരുമാനിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിലുള്ള ശിക്ഷ വിധിക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ട്. 3 വർഷത്തിൽ താഴെയുള്ള വകുപ്പുകളാണ്. ആ വകുപ്പുകൾ പ്രകാരം വിധി പറയുകയും അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ IPC 409 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം വിധി പറയാനുള്ള കാര്യം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് CJM കോടതിയിലേക്ക് മാറ്റുകയും ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനം വരാം. അപ്പോൾ ഇത് എന്ത് തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കുകയാണ് എല്ലാ വകുപ്പുകൾ പ്രകാരവും CJM കോടതിയിലേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ വിധി വരുന്നത് വരെ, ശിക്ഷാവിധി വരുന്നത് വരെ ഇദ്ദേഹത്തിന് ആന്റണി രാജുവിനും അതോടൊപ്പം തന്നെ ആന്റണി രാജുവിന് പുറത്ത് നിൽക്കാൻ സാധിക്കും. അതല്ല, ഇപ്പോൾ ഈ കോടതി വിധി പറയുകയാണ്. അത് പ്രകാരം 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആന്റണി രാജുവിന് ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാം. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. അതിനുശേഷം ഇന്ന് പോവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള വകുപ്പുകൾ പ്രകാരം, ഈ കോടതിയുടെ പരിധിയിലുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കാം. പക്ഷേ ക്രിമിനൽ ഗൂഢാലോചന IPC 409 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയിൽ പിന്നീട് CJM കോടതി വിധി പറയും. അത് അദ്ദേഹത്തിന് കൂടുതൽ കുരുക്കായിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് MLA സ്ഥാനം സംബന്ധിച്ച അയോഗ്യതയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം അഡ്വക്കേറ്റ് ലില്ലി തോമസ് നൽകിയ ഹർജിക്ക് ശേഷം സുപ്രീം കോടതി ഈ അയോഗ്യത സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് 2 വർഷമോ അതിൽ കൂടുതലോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യനാകുമെന്നാണ്. സ്വാഭാവികമായും ഇന്ന് 2 വർഷത്തിൽ താഴെയാണ് ശിക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അയോഗ്യത വരില്ല. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ 409 ക്രിമിനൽ വിശ്വാസവഞ്ചന ഗുരുതരമായ വകുപ്പാണ്. 14 വർഷം വരെ ശിക്ഷ കഴിക്കാം. അപ്പോൾ ആ കേസിൽ ശിക്ഷ ലഭിക്കുമ്പോൾ സ്വാഭാവികമായി അയോഗ്യനാകും. ഇന്ന് 2 വർഷം ശിക്ഷ ഇപ്പോൾ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ തന്നെ അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകും. അതിനുശേഷം 6 വർഷത്തേക്ക്, ഇപ്പോൾ എത്ര വർഷമാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്, അതിനുശേഷം മാത്രമേ ആ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇനി MLA സ്ഥാനം റദ്ദാകുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇനി എന്തായിരിക്കും ആ കേസിൽ ശിക്ഷാവിധി എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിച്ചാൽ ജനപ്രതിനിധിയാണെങ്കിൽ അയോഗ്യനാക്കപ്പെടുമെന്നാണ് പുതിയ സുപ്രീം കോടതി വിധി.
ജനാധിപത്യ കേരള കോൺഗ്രസിന് 4 സീറ്റുകൾ കിട്ടിയപ്പോൾ അതിലൊന്നിൽ ആന്റണി രാജു മത്സരിച്ച് വിജയിച്ചു. പിണറായി വിജയൻ തരംഗത്തിൽ ആന്റണി രാജു തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച് കയറി. എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചതോടെ ഭാഗ്യം ആന്റണി രാജുവിനെയും തുണച്ചു. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആദ്യത്തെ 2.5 വർഷം ഗതാഗത മന്ത്രി. വലിയ വിമർശനങ്ങൾ കേൾക്കാതെ ടേം പൂർത്തിയാക്കി. നിയമസഭാ ഇലക്ഷന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇടുത്തി പോലെ കോടതി വിധി വന്നത്. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയ്ക്ക് ഒരു ജനപ്രതിനിധി വിധിക്കപ്പെട്ടാൽ അയാൾ ജനപ്രാതിനിധ്യ നിയമത്തിലെ 8 ക്ലോസ് 3 പ്രകാരം അയോഗ്യനാകും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു MLA സ്ഥാനം നഷ്ടപ്പെടുന്നത് ഇടതുമുന്നണിക്ക് അത്ര നല്ലതല്ല. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയ ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് ആന്റണി രാജുവിന്റെ നീക്കം. ഇത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമായിരിക്കും ആന്റണി രാജു മുന്നോട്ട് വയ്ക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള 2 ടേം മാനദണ്ഡം ഒഴിവാക്കുമെന്ന സൂചന നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് പ്രായപരിധിയിൽ ഇളവ് നടപ്പാക്കിയതെന്നും MV ഗോവിന്ദൻ മീഡിയ 1നോട് പറഞ്ഞു. ഇളവ് നൽകുന്ന MLA-മാരോട് മത്സരത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വവും നൽകിയിട്ടുണ്ട്. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് 3ാമത് അവസരം നൽകേണ്ടെന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തീരുമാനം. ആ നിബന്ധനയിൽ തട്ടി പല പ്രമുഖരും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ 2 ടേം വ്യവസ്ഥ ഇത്തവണ കർശനമായി നടപ്പാക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനം. ഈ 2ാം ടേം 3ാം ടേം ഒന്നും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ച ഒരു ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അതേപോലെ തുടരുകയാണ് എന്നുള്ളതൊന്നും തിരിതാഴ വേണ്ട. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് എന്താവണം എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടേയില്ല. CPM ആരംഭിച്ചിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആരംഭിച്ചിട്ടില്ല. മട്ടന്നൂരിലോ കണ്ണൂരിലോ മറ്റേതെങ്കിലും ഉറപ്പായ സീറ്റിൽ നിന്ന് KK ശൈലജ മത്സരിക്കും. ആറന്മുളയിൽ വീണ ജോർജ് തന്നെ സ്ഥാനാർത്ഥി. ജില്ലാ സെക്രട്ടറി ആണെങ്കിലും വർക്കലയിൽ വി ജോയിയെ തന്നെ മത്സരിപ്പിക്കാനാണ് നീക്കം. PV ശ്രീനിജനും കൊച്ചിയിൽ KJ മാക്സി മത്സരരംഗത്തേക്ക് വരും. നെയ്യാറ്റിൻകര ആൻസലിനും പാറശാലയിൽ CK ഹരീന്ദ്രനും കാട്ടാക്കടയിൽ IB സതീശും കളത്തിലിറങ്ങും. M മുകേഷ്, MM മണി എന്നിവർ മത്സരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പ്രധാനമാണ്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന് മത്സര സാധ്യത കുറവാണ്. മീഡിയ 1 തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ അതിന്റെ പേരിൽ വെള്ളാപ്പള്ളിയെ കേരള തൊഗാഡിയ എന്ന് വിളിക്കില്ല. മലപ്പുറത്തുൾപ്പെടെ കേരളത്തിൽ എവിടെയും എയ്ഡഡ് കോളേജ് അനുവദിക്കേണ്ട സാഹചര്യമില്ലെന്നും MV ഗോവിന്ദൻ മീഡിയ 1ന്റെ നയതന്ത്രം പരിപാടിയിൽ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മീഡിയ 1നോട് പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരായ കേരള തൊഗാഡിയ പരാമർശം എല്ലാ കാലത്തേക്കുമുള്ളതല്ല. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചത് തെറ്റാണെന്നും വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉയർത്തിയ വിമർശനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പദപ്രയോഗമോ അതെല്ലാ കാലത്തേക്കും ബാധകമായ ഒന്നായിരിക്കും എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കാതെ പണ്ട് എപ്പോ പറഞ്ഞത് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറയുന്നത് ധാരണ തന്നെയാണ് തെറ്റ്. ഒരു പടവിൽ നിന്ന് കുളിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ പ്രപഞ്ച നിയമം. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട്. ആ പറയുന്ന വർഗീയ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഒരു പത്രപ്രവർത്തനെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. തെറ്റായ നിലപാടാണത്. മലപ്പുറത്ത് പുതിയ എയ്ഡഡ് കോളേജുകൾ അനുവദിക്കേണ്ട സാഹചര്യം നിലവിലില്ല. സമുദായങ്ങൾക്ക് വേണ്ടിയല്ല, ആവശ്യങ്ങൾ കണ്ടാണ് ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുന്നതെന്നും ഗോവിന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞു. ഗവൺമെന്റാണ് സ്കൂൾ തുറക്കണോ കോളേജ് തുറക്കണോ തീരുമാനിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ വേണോ ഗവൺമെന്റ് സ്കൂൾ വേണോ, അത് മലപ്പുറം ജില്ലയിൽ വേണോ കണ്ണൂർ ജില്ലയിൽ വേണോ കോഴിക്കോട് ജില്ലയിൽ വേണോ ഇത് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്, അല്ലാണ്ട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളല്ല. വർഗീയ നിലപാടുകളെയും സമീപനങ്ങളെയും പദപ്രയോഗങ്ങളെയും ഒരിക്കലും പാർട്ടി അംഗീകരിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ. വെള്ളാപ്പള്ളിക്ക് വർഗീയത പറയാൻ പിന്തുണ നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്ന് നജീബ് കാന്തപുരം MLA മീഡിയ 1നോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPMൽ ഒരാളും ധൈര്യം കാണിക്കുന്നില്ല. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ കഴിയില്ലെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. വർഗീയ പ്രസ്താവനകൾ തുടരാൻ വെള്ളാപ്പള്ളി നടേശനെ അനുവദിക്കുന്നത് സർക്കാരാണെന്ന് നജ്മ തബ്ഷീറയും കുറ്റപ്പെടുത്തി. അസത്യവും പച്ചക്കള്ളവും പ്രചരിപ്പിക്കാൻ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആള് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ചോദ്യങ്ങൾ വന്നാൽ ഇവർക്ക് മറുപടികളില്ല എന്നുള്ളതാണ്. നുണപ്രചാരകരുടെ വിദ്വേഷ പ്രചാരകരുടെ മാധ്യമപ്രവർത്തകരെ മത തീവ്രവാദിയെന്ന് പറഞ്ഞിട്ടില്ലെന്ന വെള്ളാപ്പള്ളി നടേശൻ. തീവ്രവാദിയെന്നേ താൻ പറഞ്ഞുള്ളൂ. തീവ്രമായി സംസാരിക്കുന്നവരാണ് തീവ്രവാദി. പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവുമില്ലെന്നും തീവ്രവാദി തന്നെയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മത തീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞു. തീവ്രവാദം എന്ന് പറഞ്ഞാൽ തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി.
മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. അവരുടനെ മതതീവ്രവാദി എന്നാക്കി. മതതീവ്രവാദി എന്ന് പറഞ്ഞിരിക്കുക അയാൾ അറിയാൻ പാടില്ലല്ലോ. അയാൾ ആരാണെന്ന് എനിക്കറിയാം, എന്താണെന്നറിയാം, അയാൾ മറ്റു ബാക്ക്ഗ്രൗണ്ട് എന്നറിയില്ല. മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാതെ പോയതാണ് അബദ്ധം എനിക്ക് തോന്നുന്നത്. തീവ്രവാദി അത് ഇനിയും പറയും. വേറെ ചാനലൊക്കെ ഉണ്ടായിരുന്നില്ല, അവരാരും ഇങ്ങനെ സംസാരിച്ചില്ലല്ലോ. മലപ്പുറം ജില്ലയിൽ പുതിയ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. LDF നയത്തിന്റെ ഭാഗമായാണ് സ്കൂളുകൾ അനുവദിക്കാത്തത്. നീണ്ടകരയിൽ മാത്രമാണ് ഒരു സ്കൂൾ അനുവദിച്ചത്. വെള്ളാപ്പള്ളിയുടെ അനുഭവം എന്താണെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ആർക്കും പുതിയ സ്കൂൾ അനുവദിച്ചിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരാൾക്കും പുതിയ സ്കൂൾ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ആകെ എൻ്റെ ഓർമ്മയിൽ ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ നീണ്ടകര അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ഉള്ള LP UP ഉണ്ടായിരുന്നു. അതിനിടയ്ക്കുള്ള ക്ലാസ്സുകൾ ഇല്ലായിരുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ അറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിൽ തുടർ നടപടി അനിശ്ചിതമായി വൈകുന്നു. 21 കേസുകളിൽ 1.5 വർഷം മുൻപ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. മറ്റുള്ള കേസുകളിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും അവഗണിക്കപ്പെട്ടു. കേസ് നിലനിൽക്കുന്നതിനാൽ സമുദായ അംഗങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തത വരാതെ പാർട്ടി നടപടിയെടുക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മീഡിയ വണിനോട്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ, ജാഗ്രത കുറവുണ്ടായതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരട്ടെ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കില്ല. സ്വർണം കക്കുന്നവരല്ല CPM. സ്വർണ്ണക്കൊള്ള കേസിലെ CPM നിലപാട് ജനങ്ങളെ ബോധിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ മീഡിയ വൺ നയതന്ത്രത്തിൽ പറഞ്ഞു. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ നിലപാട്, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കണ്ടതിന് ശേഷം വെറുതെ ആകാശത്തിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. പക്ഷേ അതെന്താണ് എന്ന കാര്യം, 2 കാര്യം ഉണ്ടെന്നിൽ. ഒന്ന്, ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂടുനിന്നോ, അല്ല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അത്ര ഗൗരവത്തോടു കൂടി കാണാതെ ഈ കാര്യങ്ങളെല്ലാം ലാഘവത്തോടു കൂടി കണ്ടിട്ടുണ്ടോ? ഈ 2 പ്രശ്നം അതിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണമെന്ന UDF കൺവീനർ അടൂർ പ്രകാശ്. ജോൺ ബ്രിട്ടാസിന്റെ എല്ലാ ഫോൺ രേഖകളും SIT പരിശോധിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി കാണാൻ പോയത് പ്രസാദം നൽകാനാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന മന്ത്രി വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടു. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് മറുപടി പറയണം. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ശബരിമല സ്വർണ്ണമോഷണ കേസിലെ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീളേണ്ടത് കേവലം രാഷ്ട്രീയമായ ആവശ്യമല്ല, മറിച്ച് ഈ കേസിലെ ദുരൂഹതകൾ നീങ്ങാൻ അത് അനിവാര്യമായതുകൊണ്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മറ്റന്നാൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ തെളിവ് തേടി അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും സംഘം കോടതിയെ അറിയിക്കും. കൊയിലാണ്ടി സീറ്റ് ലക്ഷ്യമിട്ട് കോഴിക്കോട് കോൺഗ്രസിൽ അതിവേഗ നീക്കങ്ങൾ. DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ മുന്നൊരുക്കം നടത്തിയ സീറ്റിലേക്കാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരുകൂടി വന്നത്. ജില്ലയിൽ വിജയസാധ്യത കൂടുതലുള്ള സീറ്റിനെ യുവനേതാക്കളടക്കം പലരും ലക്ഷ്യം വെക്കുന്നുണ്ട്. 20 വർഷമായി കോൺഗ്രസ് MLA ഇല്ലാത്ത കോഴിക്കോട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊരു സീറ്റ് ഉറപ്പാണെന്ന് നേതാക്കൾ കരുതുന്നു. ഏറ്റവും വിജയസാധ്യതയുള്ള കൊയിലാണ്ടി സീറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറിന്റെ പേരാണ്. സംസ്ഥാന നേതാക്കളുടെ മൗനാനുവാദത്തോടെ മണ്ഡലത്തിൽ പ്രവീൺകുമാർ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതായാണ് സൂചന. ജില്ലാ പഞ്ചായത്ത് ഭരണം ആദ്യമായി പിടിച്ചെടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളും DCC ഓഫീസ് ഉദ്ഘാടനം പൂർത്തിയാക്കിയതുൾപ്പെടെ സംഘടനാ പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളും പരിഗണിച്ചുകൊണ്ട്
DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ കൊയിലാണ്ടിയിൽ പരിഗണിക്കണമെന്ന് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് മത്സര സന്നദ്ധത അറിയിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തുന്നത്. ജില്ലയിലെ ചില യുവ നേതാക്കളും കൊയിലാണ്ടി സീറ്റിൽ കണ്ണുവച്ചിട്ടുണ്ട്. യുവജന പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന അഭിപ്രായങ്ങൾക്കിടെ മുല്ലപ്പള്ളിയെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ വീണ്ടും മത്സരരംഗത്ത് വരുന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്തുണ്ട്. കൊയിലാണ്ടി, പയ്യോളി മുനിസിപ്പാലിറ്റികളും തിക്കോടി, മൂടാടി, ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകളും ചേരുന്നതാണ് കൊയിലാണ്ടി മണ്ഡലം. ഇതിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയും തിക്കോടി, ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകളിലും UDF ആണ് വിജയിച്ചത്. മൂടാടിയിൽ ഒപ്പത്തിനൊപ്പമെത്തി. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് LDFന് ഭരണം ലഭിച്ചത്. സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കൊയിലാണ്ടി സീറ്റ് ആർക്കാണെന്നതാണ് കോഴിക്കോട് കോൺഗ്രസിലെ പ്രധാന ചോദ്യം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്ററുകൾ. അഴിയൂർ, മുക്കാളി, കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിലാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. 82-കാരനായ മുല്ലപ്പള്ളി ഇനി വിശ്രമ ജീവിതം നയിക്കട്ടെ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് നിന്നും വർഷങ്ങൾക്ക് മുൻപേ തന്നെ താൻ വിട പറഞ്ഞതാണ്. ആ നിലപാടിന് യാതൊരു മാറ്റവുമില്ലെന്നും VM സുധീരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ ചവറയിൽ തന്നെയാകുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. ചവറയുമായുള്ള വൈകാരിക ബന്ധം 1-2 പരാജയം കൊണ്ട് വിച്ഛേദിക്കാൻ കഴിയുന്നതല്ല. സ്ഥിരമായി പരാജയപ്പെടുന്ന സീറ്റുകൾ ഒഴിവാക്കാൻ UDFനോട് ആവശ്യപ്പെടുമെന്നും ഷിബു ബേബി ജോൺ മീഡിയ 1നോട് പറഞ്ഞു. NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ പ്രസ്താവനയെ തള്ളി മന്ത്രി AK ശശീന്ദ്രൻ. ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിക്ക് പിന്തുണയുമായി NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവിയും രംഗത്തെത്തി. നൽകാവുന്ന എല്ലാ സ്ഥാനങ്ങളും ഇതിനകം പാർട്ടി AK ശശീന്ദ്രന് നൽകിയതാണെന്നും ഇനി മത്സരിക്കില്ല എന്ന് AK ശശീന്ദ്രൻ നേരത്തെ പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നുമായിരുന്നു മുക്കം മുഹമ്മദിന്റെ പ്രതികരണം. ഇതിനെ തള്ളുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറയുന്നതിന് പകരം മാധ്യമങ്ങളോടല്ല പറയേണ്ടതെന്നും AK ശശീന്ദ്രൻ പ്രതികരിച്ചു. കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇനി 6 മാസമുണ്ട്. ഒരു പാർട്ടിയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ല, ചർച്ച ചെയ്തിട്ടില്ല. എൻ്റെ പാർട്ടിയും അങ്ങനെ ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ഒന്നും ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തെരുവിലും പത്രമാധ്യമങ്ങളിലുമല്ല. അതിനൊക്കെ വേദിയുണ്ട്. മന്ത്രിക്ക് പിന്തുണയുമായി NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവിയും രംഗത്തെത്തി. വാളെടുത്തവർ എല്ലാവരും വെളിച്ചപ്പാടാകുന്ന രീതിയല്ല NCPക്ക് ഉള്ളതെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതെന്നും അത് ആരംഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹം സ്വയം ഷർട്ടിടുന്ന ഏർപ്പാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. വാളെടുത്ത ആളുകളൊക്കെ വെളിച്ചപ്പാടാകുന്ന ഏർപ്പാട് ഞങ്ങളുടെ പാർട്ടിയിലില്ല. മന്ത്രി പകരം വരുന്ന സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കുമെന്ന് കരുതുന്നുവെന്നുമാണ് മുക്കം മുഹമ്മദ് പ്രതികരിച്ചത്. മുക്കം മുഹമ്മദിന്റെ പ്രതികരണം ചർച്ചയായതോടെയാണ് മന്ത്രിയുടെ മറുപടി. മീഡിയ 1 കോഴിക്കോട്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴ ആരോപണത്തിൽ ലീഗ് സ്വതന്ത്രൻ U ജാഫറിന്റെ വാദം തള്ളി കോൺഗ്രസ്. വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 50 ലക്ഷം രൂപയുടെ കോഴ വാഗ്ദാന വിവാദം ആളിക്കത്തുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാർ മടങ്ങിയില്ല. റോഡ് കെട്ടിയടച്ച പ്രതിഷേധത്തിനെതിരെ നാട്ടുകാരും ഇരുചക്രവാഹന യാത്രക്കാരും രംഗത്തെത്തി. പിന്നീട് വഴി തുറന്നുവിട്ടാണ് പ്രവർത്തകർ പ്രതിഷേധം തുടർന്നത്. കോഴയാരോപണത്തിൽ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇരുചെവി അറിയാതെ ഒരു പെറ്റീഷൻ കൊടുത്ത അപ്പം തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിക്കുകയാണ്. ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് തന്നെ സംശയാസ്പദമായ ഒരു കാര്യമാണ്. ശബ്ദരേഖ തള്ളിക്കൊണ്ടുള്ള ജാഫറിന്റെ വാദം അപ്പാടെ കള്ളമാണെന്നാണ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയുടെ വാദം. ഇങ്ങനെ ഒരു കോഴ വാങ്ങിയിട്ട് ജയിച്ചിട്ട് ഈ സീറ്റിലിരിക്കുന്നത് വലിയ സുഖമുള്ളതല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കി രാജിവെക്കുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ. വോട്ടിന് കോഴയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. മീഡിയ 1 തൃശൂർ. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ സമവായം. BJP പിന്തുണയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും. KPCC പ്രസിഡന്റ് ഇടപെട്ട വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം.
വിമതയായി മത്സരിച്ച ടെസ്സി മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമതപക്ഷത്തിന്റെ പ്രധാന നിർദ്ദേശം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസിനെ രാജിവെപ്പിച്ചുകൊണ്ടുള്ള KPCCയുടെ സമവായം. BJPയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റ് ഏറ്റുപറയും. ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരം ഒരുക്കും. KPCC പ്രസിഡന്റ് ഇടപെട്ട് വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അപ്പൊ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം, ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റുപറയണം. തെറ്റ് തിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. സണ്ണി ജോസഫിന്റെ പ്രതിനിധി റോജി M. ജോൺ MLAയുമായി വിമത നേതാവ് TM ചന്ദ്രൻ അടക്കമുള്ളവരാണ് ചർച്ച നടത്തിയത്. വിമത വിഭാഗം നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്തും. മറ്റത്തൂരിൽ DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വിമതർക്ക് KPCC ഉറപ്പ് നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന മറ്റു കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി വയനാട് നടക്കുന്ന ചിന്തൻ ശിബിരിന് മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്നുള്ള നേതാക്കളുടെ പൊതു അഭിപ്രായത്തിലാണ് ധാരണ. മീഡിയ 1 തൃശൂർ. SIR മാപ്പിംഗ് നടത്താനാകാത്ത 19 ലക്ഷം പേരുടെ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടു. ഇതുവരെ 18,915 നോട്ടീസ് നൽകിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകി. ക്രൈസ്തവർ നേരിട്ട അതിക്രമങ്ങളുടെ പട്ടികയുമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം. താഴെത്തട്ടിൽ അക്രമം നടത്തിയിട്ട് മെത്രാൻമാർക്ക് ഹസ്തദാനം ചെയ്തിട്ട് കാര്യമില്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. അതിക്രമം നേരിടാൻ ക്രൈസ്തവ സഭകൾ ഒന്നിക്കണമെന്നും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നേതൃത്വം മനസ്സിലാക്കുന്നില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വീണ്ടും കുരുക്ക്. ഗർഭമലസിപ്പിക്കാൻ നിർബന്ധിച്ചെന്ന് പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയത്. രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തുവെന്നും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. അതിനിടെ ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചു നൽകിയ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് കേടെറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് കേടെറ്റ് നിർബന്ധമാക്കിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ പിന്മാറ്റം. പൊതുവിദ്യാലയങ്ങളിൽ 5 വർഷത്തിൽ കൂടുതൽ സർവീസിലുള്ള അധ്യാപകർ യോഗ്യതാ പരീക്ഷയായ കേടെറ്റ് വിജയിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേടെറ്റ് നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഉത്തരവിനെതിരെ ഇടത് അധ്യാപക സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെയാണ് ഉത്തരവ് മരവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 കേടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുകയാണ്. സുപ്രീം കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകും. ഇതിനായി അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടും. അടുത്ത മാസം നടക്കുന്ന കേടെറ്റ് പരീക്ഷയ്ക്ക് ശേഷമാകും പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുക. 74ഓളം വരുന്ന PSC തസ്തികകളിലെ പരീക്ഷകളും പ്രതിസന്ധിയിലായിരുന്നു. ഉത്തരവ് മരവിപ്പിച്ചതോടെ ഉദ്യോഗാർത്ഥികൾക്കും താൽക്കാലിക ആശ്വാസമായി. മീഡിയ 1 തിരുവനന്തപുരം. ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് ഫൈനലിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ മൈതാനത്തിലെ പുൽത്തകിടി നശിച്ച നിലയിൽ. മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികളും പ്രത്യക്ഷപ്പെട്ടു. ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും 15-നകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കോഴിക്കോട് മേയർ അറിയിച്ചു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് ഫൈനലിന് ശേഷമുള്ള കോഴിക്കോട് കോർപ്പറേഷൻ മൈതാനത്തിന്റെ അവസ്ഥയാണിത്. ദിവസങ്ങളോളം മണ്ണിനടിയിൽ കിടന്ന് പുല്ലുകൾ മുഴുവൻ ഉണങ്ങിയ അവസ്ഥയിലാണ്. ഇതുകൂടാതെ തന്നെ അമിത ഭാരത്താൽ ഈ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികളും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം സ്റ്റേഡിയം പഴയപടി തന്നെ തിരിച്ചു നൽകണമെന്നായിരുന്നു സ്റ്റേഡിയം വിട്ടു നൽകുമ്പോൾ ഉണ്ടായിരുന്ന കരാർ. കേടുപാടുകൾ സംഭവിച്ചാൽ നഷ്ടം നികത്താൻ 25 ലക്ഷം രൂപയും സംഘാടകർ കെട്ടിവച്ചിരുന്നു.
എന്നാൽ മണ്ണ് മാത്രം നീക്കി മൈതാനം കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതോടെയാണ് മൈതാനത്തിന്റെ അവസ്ഥ പരിതാപകരമായത്. മൈതാനം പഴയ രൂപത്തിലാക്കാൻ കെട്ടിവച്ച തുക മതിയാവില്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും വാതുവയ്പ് ഉൾപ്പെടെയുള്ളവ ഉണ്ടായെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില അധോലോക സംഘങ്ങളാണ് ഇത് മെയിനായി സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന വലിയ ഗുരുതരമായ ആശങ്ക ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇതിന് സ്വതന്ത്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. മൈതാനത്തിന് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കോർപ്പറേഷനും സമ്മതിക്കുന്നു. എത്രയും പെട്ടെന്ന് മൈതാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കോഴിക്കോട് മേയർ ഒ സദാശിവൻ പറഞ്ഞു. കോർപ്പറേഷൻ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഫീസ് മാത്രമാണ്, ആ ഒരു ഇവന്റിനുള്ള. മറ്റുള്ള തുക KFAയ്ക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ KFA ആണ് അതിന്റെ ഗ്യാരണ്ടി. അപ്പം ഗ്രൗണ്ടിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ യാതൊരു മാറ്റം വരാതെ അത് നിലനിർത്തുന്നുള്ളത് KFA കൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. ISL മത്സരങ്ങൾക്ക് സ്റ്റേഡിയം പരിഗണിക്കുമെന്ന സാധ്യത നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ദുരവസ്ഥ. മീഡിയ 1 കോഴിക്കോട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ഇന്ന് കളത്തിൽ. ബോൺമൌത്താണ് എതിരാളികൾ. രാത്രി 8:30 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ആഴ്സണൽ. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ല നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നേരിടും. മറ്റ് മത്സരങ്ങളിൽ വോൾസ് വെസ്റ്റ് ഹാമിനെയും ബ്രൈറ്റൺ ബേൺലിയെയും നേരിടും. ലാലിഗയിൽ ബാഴ്സലോണ എസ്പെനോളിനെ നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് അനിശ്ചിതത്വത്തിലായതോടെ സൂപ്പർ താരം നോഹ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ലോൺ അടിസ്ഥാനത്തിലാണ് നോഹ ടീം വിട്ടിരിക്കുന്നത്. 2026 മെയ് 31 വരെയാണ് നോഹയും ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ. പരസ്പര ധാരണയോടെയാണ് നോഹയും ബ്ലാസ്റ്റേഴ്സും ലോൺ കരാറിലെത്തിയത്. നേരത്തെ നായകനും ടീമിലെ പ്രധാന താരവുമായ എഡ്രിയാൻ ലൂണയും ടീം വിട്ടിരുന്നു. ഇത്തവണ ക്ലബ്ബ് പുതുതായി എത്തിച്ച തിയാഗോ ആൽവസും ക്ലബ്ബുമായി വഴിപിരിഞ്ഞിരുന്നു. ന്യൂസിലൻഡുമായുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ടീമിൽ ഇടം പിടിക്കാൻ സാധ്യത. യശസ്വി ജയ്സ്വാളും ടീമിൽ തുടർന്നേക്കും. ഋഷഭ് പന്തിന് പകരം ഇഷൻ കിഷാന് സാധ്യതയുണ്ട്. 11 വഡോദരയിലാണ് പരമ്പരയിലെ ആദ്യ മത്സരം.